ഗീതാ പ്രഭാകർ എന്ന് പറഞ്ഞൊരു അമ്മ ജീവിച്ചിരുന്ന അമ്മയല്ല. അവരൊരു ഇമാജിനേഷൻ, ജിത്തു സാറിൻ്റെ ഇമാജിനേഷനിലുണ്ടായിരുന്ന അമ്മയാണ്. ഖെദ്ദയിലെ അമ്മ ജീവിച്ചിരുന്ന സ്ത്രീയാണ്. അതാണ് വ്യത്യാസം. ഇവരിത് ചെയ്ത സ്ത്രീയാണ്. ഇവരിത് ചെയ്തതുമാണ്. ഇവർ ജയിലിലായിരുന്ന സ്ത്രീയാണ്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ നിന്നുള്ള ജീവിത കഥാപാത്രം എടുത്തിട്ട് ആ കഥയാണ് മനോജ് ഖാന സാർ സിനിമയാക്കിയത്. അപ്പം ഇങ്ങനൊരു അമ്മയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു വെച്ചാൽ അങ്ങനത്തെ അമ്മമാർ ഈ ലോകത്തുണ്ട്. ഇപ്പം നിത്യേന കഴിഞ്ഞൊരു മിനിങ്ങാന്നുകൂടി അങ്ങനെ ഒരു വാർത്ത ഞാൻ വായിച്ചിരുന്നു. സോ ഇത് വളരെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇത്രയും കേരളത്തിൽ ഇത്രയും സാക്ഷരത അല്ലെങ്കിൽ ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലമാണ്. അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ എത്ര പേരാണ് സോഷ്യൽ മീഡിയ ഒരു പ്രണയം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാം മറന്നു പോകുന്ന രീതിയിൽ ഒക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കഥാപാത്രത്തിന് ഒരു ജീവിതം വരച്ചു കാണിക്കുകയാണ് മനോജ് ഖാന ചെയ്തത്. അതിൽ ഞാൻ ചെയ്തത് ആ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ആ കഥാപാത്രമാണ് എന്നെ ഹോണ്ട് ചെയ്തത്. എങ്ങനെ ഒരു അമ്മയ്ക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് എനിക്കിപ്പോഴും എന്നിലെ അമ്മയ്ക്ക് അത് എങ്ങനെ സഹിക്കാൻ പോലും പറ്റില്ല. നമുക്കൊരു കുഞ്ഞുവാവയ്ക്ക് നമ്മളുടെ മക്കൾക്കൊരു പനി വന്നാൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ പോകുന്ന അമ്മയാണ് സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് കഥാപാത്രം ചെയ്തു എന്ന് വെച്ചാൽ എങ്ങനെ അമ്മ ചെയ്തു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ആ കഥാപാത്രം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതാണ് അത് പോർട്രേ ചെയ്തത്.